ആത്മീയ പൂജയുടെ ആഴങ്ങളിൽ അഗ്നിസ്ഫുലിംഗങ്ങൾ ആവാഹിച്ചുറപ്പിച്ച അക്ഷരങ്ങൾ പ്രതിഷ്ഠയുടെ നാളുകളിൽ നൊന്തും നോവിച്ചും ഉറപ്പിച്ചതെല്ലാം ഇന്ന് നിത്യപൂജയിലൂടെ ക്ഷരമില്ലാതെ തന്നെ കുടികൊള്ളുന്നു. മാതൃത്വത്തിൻ്റെ മധുരോധാര വികാരം പോലെ എൻ്റെ മലയാളവും എത്ര സുന്ദരമാണ്. ജ്ഞാനപീഠ ജേതാവായ പ്രിയ കവി ONV പാടി ഓർക്കുന്നു. നവംബർ 1 കേരളപ്പിറവി ദിനം. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് കേരളം ഒരു സംസ്ഥാനമെന്ന നിലയിൽ പിറവി കൊണ്ട ദിനം. മലയാളിക്ക് അഭിമാനത്തിൻ്റെ ദിനം. മലയാളം നെഞ്ചിലേറ്റിയവർ ഒരു സംസ്ഥാനത്തിൻ്റെ കുടക്കീഴിൽ വന്ന ദിനം. ഭാഷയും ദേശവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ദിനം. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക്. നമ്മുടെ ഭാഷയിലും സംസ്കാരത്തിലും നമുക്ക് അഭിമാനിക്കാം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന രാജ്യത്തെ 5ാമത്തെ ഭാഷയെ മാതാവായി കാണുന്നതാണ്. ആ ഭാഷയെ മാതൃഭാഷ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നു. മാതൃഭാഷാ ജ്ഞാനം തന്നെയാണ് നമ്മുടെ വേരുകൾ ശക്തമാക്കുന്നത്. മലയാളം സംസാരിക്കുന്നവരെ പൊതുവെ മലയാളികൾ എന്നാണ് വിളിക്കുന്നതെങ്കിലും ഭാഷയുടെ കേരളീയ പാരമ്പര്യം പരിഗണിച്ച് കേരളീയർ എന്നും വിളിച്ചു പോരുന്നു. പക്ഷേ ഇന്ന് മലയാളികളുടെ മാതൃഭാഷയായ മലയാളികൾ തന്നെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. മലയാളം നാവിനും പേനയ്ക്കും വഴങ്ങാത്ത ഒരു ദുരന്ത തലമുറ ഇതിനകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നദിയുടെ വെള്ളം വറ്റിയാൽ നദി ഇല്ലാതാകുന്നത് പോലെ ഭാഷ നശിച്ചാൽ സംസ്കാരം നശിക്കും. സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകൾ നാം സൂക്ഷിക്കുന്നത് ഭാഷയിലാണ്. കേരളപ്പിറവിയുടെ താക്കോലായി നാം ഭാഷയെ കണ്ടു. എന്നിട്ടും ഓക്സിജൻ അന്വേഷിക്കുന്ന ഭാഷയായി മലയാളം മാറിപ്പോകുമോ എന്ന് നാം ഭയപ്പെടുന്നു. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് പോലെ മാതൃഭാഷയ്ക്കും അർഹമായ സ്ഥാനം നൽകേണ്ടതാണ്.